അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്വാഭാവിക ജനസംഖ്യാ വ്യതിയാനമുണ്ടെന്നും അതിന് കാരണം നുഴഞ്ഞുകയറ്റമാണെന്നുമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന സമൂഹത്തിൽ വിദ്വേഷം വമിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്വാഭാവികമായ ജനസംഖ്യാ വളർച്ചയുണ്ടെന്ന് ഈ സമിതിയെക്കൊണ്ട് സ്ഥാപിച്ച് അതിലൂടെ പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ തുടങ്ങിയ വിഭജന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഷീജ തുടരുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഷീജ, നോക്കൂ, വളരെ കൃത്യമായ ഒരു അജണ്ട മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേന്ദ്രം നടത്തുന്നത്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയും അത്തരത്തിൽ തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്? തീർച്ചയായും. അതായത് ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്വാഭാവിക ജനസംഖ്യാ വ്യതിയാനമുണ്ടെന്നും അതിന് കാരണം നുഴഞ്ഞുകയറ്റമാണോ എന്നുമുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് സമൂഹത്തിൽ വിദ്വേഷം വമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നടന്ന അതിർത്തി ജില്ലകളിലെ എസ്.പിമാരുടെ കോൺഫറൻസിലാണ് ആഭ്യന്തരമന്ത്രി ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഏതായാലും അസം, ബംഗാൾ, ബീഹാർ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിലെ ജനതയെ വിഭജിക്കാനും ഉള്ളൊരു ആസൂത്രിത ശ്രമം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ജനസംഖ്യാ വ്യതിയാന മിഷൻ ഉൾപ്പെടെ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നുഴഞ്ഞുകയറ്റം എന്ന വ്യാജ ഭീതി മനഃപൂർവ്വം, അതായത് ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നതിന് പിന്നിൽ സംഘപരിവാറിന്റെ താല്പര്യമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഭിന്നിപ്പിന്റെ വിത്തുകൾ പാകുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ശരി ഷീജ, അതിർത്തി സംസ്ഥാനങ്ങളിലാണ് അസ്വാഭാവിക ജനസംഖ്യാ വ്യതിയാനമുണ്ട് എന്ന തരത്തിലുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണത്തിന് എതിരെയാണ് ഇപ്പോൾ ശക്തമായ ഭാഷയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഷീജ പങ്കുവച്ചത്.